10 പൂച്ച 10 സെക്കൻഡ് കൊണ്ട് 10 എലിയെ തിന്നുമെങ്കിൽ 100 സെക്കൻഡ് കൊണ്ട് 100 എലിയെ തിന്നാൻ എത്ര പൂച്ച വേണ്ടി വരും? ഇത് ഒരു PSC എക്സാമിന് മുന്നേ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം PSCകളിൽ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടിട്ടുള്ള PSCയിൽ എന്നല്ല പൊതുവെ റിക്രൂട്ട്മെൻറ്റ് എക്സാമുകളിലൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് എന്ത്? വർക്ക് ആൻഡ് ടൈം ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ നമ്മളിന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത്തരത്തിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. സോ ഹായ് എവ്രി വൺ, വെൽക്കം ടു മാത്സ് ASC. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് 15 ആളുകൾക്ക് ഒരു ജോലി ചെയ്യാൻ 16 ദിവസം വേണം. ഇതേ ജോലി 12 പേർക്ക് ചെയ്യാൻ എത്ര ദിവസം വേണ്ടി വരും എന്നുള്ളതാണ്. എന്തൊക്കെയാണ് ഇവിടെ തന്നിട്ടുള്ള? 15 ആള് ഒരു ജോലി ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 16 ആണ്. 12 ആളുകൾ ഈ സെയിം ജോലി ചെയ്യാൻ എത്ര ദിവസം എടുക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യത്തിൽ എത്ര ആളുകൾ? 15. എടുക്കുന്ന സമയം 16. രണ്ടാമത്തേതിൽ 12 ആളുകൾ. എടുക്കുന്ന സമയം അല്ലെങ്കിൽ എടുക്കുന്ന ദിവസമാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവരെ രണ്ടുപേരെയും മൾട്ടിപ്ലൈ ചെയ്യുക, ഇവരെ രണ്ടുപേരെയും മൾട്ടിപ്ലൈ ചെയ്യുക. ഇങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്യാം. 15 × 16. ഇതിൻ്റെ കറക്റ്റ് ഫോം എന്ന് പറയുന്നത് ആക്ച്വലി N1D1 = N2 D2 എന്നുള്ള ഇക്വേഷനാണ്. N1 N2 ആളുകളുടെ എണ്ണം, D1 D2 ഡേയ്സിൻ്റെ എണ്ണം. അപ്പോൾ ഇങ്ങനെ വരും 12 × D2 എന്ന് വരും. എന്നിട്ട് D2 കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഇത് ജസ്റ്റ് ഇങ്ങനെ എഴുതിയിട്ട് എന്ത് ചെയ്യുക? ഇവിടെ കൂടുതൽ ആളുകളുള്ളതിനെ ആദ്യം എഴുതുക. അപ്പോൾ ആരാ? 15ഉം 16ഉം. ഡിവൈഡഡ് ബൈ എന്ന് കൊടുത്തിട്ട് കുറഞ്ഞ ആളുകളുള്ളവരെ താഴെ എഴുതുക. അപ്പോൾ കിട്ടുന്ന, നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ട് എന്താണോ കിട്ടുന്നത് ആ ആൻസർ ആയിരിക്കും നമുക്കിവിടെ വേണ്ടി വരാം. അപ്പോൾ എന്താ, സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമല്ലോ ഇത് അല്ലേ? സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും? 12ഉം 15ഉം ചെയ്യാൻ എനിക്ക്. അപ്പോൾ എത്ര വരും? 12ഉം 15ഉം ചെയ്താൽ ഇത് 5 വരും, ഇത് 4 വരും. ദെൻ 4ഉം 16ഉം ചെയ്യാം. അപ്പോൾ ഇവിടെ 4 വരും. 5 × 4 20 ദിവസം വേണ്ടി വരും. ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. 15 പേർ 12 ദിവസം കൊണ്ട് 60 കസേരകൾ നിർമ്മിക്കുന്നു. അതേപോലെ 20 പേർ 18 ദിവസം കൊണ്ട് എത്ര കസേരകൾ നിർമ്മിക്കും എന്നാണ്. അപ്പോൾ ഇവിടെ എന്താ? നേരത്തെ 2 കാര്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇവിടെ എന്താ? ആളുകളുടെ എണ്ണം, ദിവസം, പിന്നെ ചെയ്യുന്ന വർക്ക്, ഇതും കൂടെ വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. 15 പേർ. അപ്പോൾ ആദ്യം ഞാൻ ആളുകളുടെ എണ്ണാണ് എഴുതുന്നത്. രണ്ടാമത് ഞാൻ ദിവസം എഴുതി. മൂന്നാമത് ഞാൻ അവർ ചെയ്ത വർക്ക് എഴുതി. ഇനി അതേപോലെ രണ്ടാമത്തെ സെക്ഷനിൽ എങ്ങനെയാണ് വന്നേ? 20 പേർ 18 ദിവസം കൊണ്ട് ഇവിടുത്തത് നമുക്ക് അറിഞ്ഞുകൂടാം. അപ്പോൾ എപ്പോഴും വർക്ക് എഴുതുമ്പോൾ ഏറ്റവും അവസാനം എഴുതണം. എന്നിട്ട് എന്ത് ചെയ്യുക? ജസ്റ്റ് ബാക്കിയുള്ളവരെ ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് ഇത് ക്രോസ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇതൊരു മെത്തേഡാണ്. ദെൻ ഇക്വേഷൻ വെച്ചിട്ട് ഞാൻ വേറെ പറയാം. അപ്പോൾ എങ്ങനെ വരും? 15. നമുക്ക് എളുപ്പത്തിന് എന്താ നല്ലതെന്നറിയോ? കൂടുതൽ എണ്ണം നമ്പേഴ്സ് ഉള്ളത് മുകളിൽ എഴുതുക. അപ്പോൾ എന്ത് വരും? 20 × 18 × 60 ഡിവൈഡഡ് ബൈ 15 × 12. ഇവിടെ ഉള്ള ആളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ 3 നമ്പർ ഓൾറെഡി കയ്യിലുണ്ട്. അത് ആദ്യം മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി. ഡിവൈഡഡ് ബൈ 2 എന്നുള്ളത് അങ്ങനെ എഴുതി. ഓക്കെ, ഇനി ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും എന്നുള്ളതാണ് നോക്കേണ്ടത്. 12ഉം 60ഉം ചെയ്താൽ 5 കിട്ടും.
5ഉം 15ഉം ചെയ്താൽ ഇവിടെ താഴെ 3 കിട്ടും. 3ഉം 18ഉം ചെയ്താൽ 6 കിട്ടും. അപ്പോൾ 20 × 6 എത്ര വരും? 120. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ കാൽക്കുലേഷൻ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ 120 കസേരകൾ നിർമ്മിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ആളുകളുടെ എണ്ണം, ദിവസം, സമയം ഇതൊക്കെ വന്നാൽ മുകളിൽ കൊടുക്കുക. ആളുകളുടെ എണ്ണം, ആളുകൾ, ദിവസം, സമയം, ഇത് മൂന്നും മുകളിൽ കൊടുക്കുക. വർക്ക് എപ്പോഴും എന്തായിരിക്കണം? താഴെ ആയിരിക്കണം കൊടുക്കേണ്ടത്. അങ്ങനെ ഒന്ന് ഈക്വൽ ടു ഇട്ടിട്ട് ചെയ്തു നോക്കുക. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വരിക? ആളുകളുടെ എണ്ണം 15 × 12 ദിവസം. ഇവിടെ സമയമൊന്നും കൊടുത്തിട്ടില്ല, ദിവസമേ കൊടുത്തിട്ടുള്ളൂ. ഡിവൈഡഡ് ബൈ 60. അവർ ചെയ്ത വർക്ക് 60 കസേരകൾ ഈക്വൽ ടു 20 × 18 ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന് എന്തെങ്കിലുമൊക്കെ ഒരു വർക്കല്ല, അപ്പോൾ ഒരു W എന്തെങ്കിലും കൊടുക്കുക. എന്നിട്ട് അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെയൊക്കെ തന്നെയാണ് കിട്ടുക. എന്ന് വെച്ചാൽ അങ്ങനെ വരും 15 × 12 × W = 60 × 20 × 18 എന്ന് വരും. എന്നിട്ട് W കണ്ടുപിടിക്കാനാവുമ്പോൾ എന്ത് വരും? W എന്ന് പറഞ്ഞാൽ എന്ത് വരും? 60 × 20 × 18 ഡിവൈഡഡ് ബൈ 15 × 12 എന്ന് കിട്ടും. അത് നമ്മുടെ സെയിം ഇത് തന്നെയാണ്. അപ്പോൾ ഇത്രയും ചെയ്യണ്ട എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ എന്ത് ചെയ്യുക? ആളുകളുടെ എണ്ണം, ദിവസം, മണിക്കൂർ ഉണ്ടെങ്കിൽ മണിക്കൂർ എഴുതാം. എന്നിട്ട് അവസാനം മാത്രമേ ചെയ്ത വർക്ക് എന്താണെന്നുള്ളത് എഴുതാൻ പാടുള്ളൂ. എന്നിട്ട് ബാക്കി എല്ലാവരെയും ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് ക്രോസ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇത്ര മാത്രമേ ഇതിൽ ശ്രദ്ധിക്കാനുള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 25 പേർ ദിവസവും 6 മണിക്കൂർ വീതം ജോലി ചെയ്ത് 16 ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കി. അപ്പോൾ ഇവിടെ എന്തൊക്കെ വന്നു? ആളുകളുടെ എണ്ണം 25. ആളുകളുടെ എണ്ണം 25 വന്നു. പിന്നെ 6 മണിക്കൂർ സമയം, എത്ര ദിവസം എടുത്തിട്ടുള്ളത്? 16. ചെയ്ത ജോലി സെയിം ആണല്ലോ, അപ്പോൾ അത് പ്രത്യേകം എടുത്ത് എഴുതണം എന്നില്ല. പിന്നെ താഴെ ഉള്ളത് 20 പേർ, 20 ആളുകൾ 8 മണിക്കൂർ വീതം ഈ സെയിം ജോലിയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? എന്താ? എത്ര ദിവസം എടുക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ രണ്ടിടത്തും ജോലി സെയിം ആയതുകൊണ്ട് നമുക്ക് 1 എന്ന് കൊടുത്താൽ മതി. ജോലിനെ കുറിച്ചിട്ട് നമ്മൾ ആലോചിക്കണ്ട. ബാക്കിയുള്ളവരെ ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് വരും? 20 × ഞാൻ പറഞ്ഞ 25 × ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ എന്ത് കൂടുതൽ നമ്പർ ഉള്ളതിന് നമ്മൾ മുകളിൽ എഴുതുക എന്നുള്ളത്. അപ്പോൾ 25 × 6 × 16 ഡിവൈഡഡ് ബൈ 20 × 8 ചെയ്യുമ്പോൾ 8ഉം 16ഉം ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് ഇവിടെ 2 കിട്ടും. ദെൻ ഈ 2ഉം 20ഉം ക്യാൻസൽ ചെയ്താൽ നമുക്ക് ഇവിടെ 10 എന്ന് കിട്ടും. 10ഉം 25ഉം ക്യാൻസൽ ചെയ്താൽ നമുക്ക് ഇവിടെ 2ഉം 5ഉം കിട്ടും. പിന്നെ 2ഉം 6ഉം ക്യാൻസൽ ചെയ്താൽ ഇവിടെ 3 കിട്ടും. സോ ആൻസർ വിൽ ബി 15 ഡേയ്സ്. 15 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അതായത് 25 പേർ 6 മണിക്കൂർ വീതം ജോലി ചെയ്ത് 16 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന ജോലി 20 പേര് 8 മണിക്കൂർ വീതം ഈ സെയിം ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര ദിവസം എടുക്കും? 15 ദിവസം എടുക്കും. ഇനി നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ ക്വസ്റ്റ്യനിലോട്ട് പോവാം. 10 പൂച്ചകൾ 10 സെക്കൻഡ് കൊണ്ട് 10 എലിയെ തിന്നുമെങ്കിൽ 100 സെക്കൻഡ് കൊണ്ട് 100 എലിയെ തിന്നാൻ എത്ര പൂച്ച വേണം? അപ്പോൾ എത്ര പൂച്ചകളാ? 10. എത്ര സെക്കൻഡാ? 10. എലിയെ തിന്നുക എന്ന് പറയുന്നത് എന്താ? വർക്കാണല്ലോ. അത് ഞാൻ ലാസ്റ്റ് എഴുതി. പിന്നെ 100 സെക്കൻഡ് കൊണ്ട് അവർ ചെയ്ത വർക്ക് എന്താ? 100 എലിയെ തിന്നുക. അപ്പോൾ ഇനിയൊന്ന് നോക്കിയേ, ഇവിടെ ഉള്ള ആളെയാണ് കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക, ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക, ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? കൂടുതൽ നമ്പർ ഉള്ളത് ഏതാ? മുകളിലത് 10 ×
10 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ, ഈ ക്വസ്റ്റ്യൻ മാർക്കിന് നമ്മൾ ഈ മെത്തേഡിലാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണം എന്നില്ല, ജസ്റ്റ് ബാക്കി നമ്പേഴ്സ് കൊടുക്കുക. 100 ഇൻറ്റു 10. ഇത് നല്ല സുഖമല്ലേ? 100ഉം 100ഉം കട്ട് ചെയ്തു, 10ഉം 10ഉം കട്ട് ചെയ്തു, ബാക്കി എന്താ വന്നത്? 10. അപ്പോൾ 10 പൂച്ചകളെ ആവശ്യമുണ്ട്. അതായത് 100 സെക്കൻഡ് കൊണ്ട് 100 എലിയെ കൊല്ലാൻ 10 പൂച്ചകൾ വേണം. ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ്, 16 പേർ ദിവസവും 6 മണിക്കൂർ വീതം ജോലി ചെയ്ത് 12 ദിവസം കൊണ്ട് 384 കളിപ്പാട്ടങ്ങൾ നിർമ്മിക്കുന്നു. അപ്പോൾ ആളുകൾ 16. എത്ര ദിവസം? 12 ദിവസം, 6 മണിക്കൂർ ജോലി, പിന്നെ 384 കളിപ്പാട്ടങ്ങൾ നിർമ്മിച്ചു. അതാണ് വർക്ക്. പിന്നെ അടുത്തതിൽ 20 പേർ ദിവസവും 8 മണിക്കൂർ ജോലി ചെയ്ത് 9 ദിവസം കൊണ്ട് എത്ര കളിപ്പാട്ടങ്ങൾ നിർമ്മിക്കും? ഈ വർക്കാണ് കിട്ടേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക? ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ഇങ്ങോട്ട് പോവുക, ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്താ? കൂടുതൽ താഴെ ഉള്ളതിനാണ് അല്ലേ നമ്പർ 20, 9, 8, 384, 4 നമ്പർ ഇവിടെ ഉണ്ട്. അപ്പോൾ ആൻസർ എങ്ങനെ വരും? 20 ഇൻറ്റു 9 ഇൻറ്റു 8 ഇൻറ്റു 384 ഡിവൈഡഡ് ബൈ 16 ഇൻറ്റു 12 ഇൻറ്റു 6. ചെയ്ത് നോക്കുമ്പോൾ ആൻസർ എത്ര വരും? 480 എന്ന് വരും. ഓക്കെ അല്ലേ? അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ 480 എന്ന് ആൻസർ വരും. ഇനി അടുത്തത്, 24 പേർ ദിവസവും 5 മണിക്കൂർ വീതം ജോലി ചെയ്ത് 18 ദിവസം കൊണ്ട് 720 ബാഗുകൾ നിർമ്മിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 20 പേർ ദിവസവും 9 മണിക്കൂർ വീതം ജോലി ചെയ്ത് 12 ദിവസം കൊണ്ട് എത്ര ബാഗുകൾ നിർമ്മിക്കും? ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തം ഒന്ന് ചെയ്തു നോക്കുക. അപ്പോൾ ഇത്രയും ആയപ്പോൾ ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കുമല്ലോ. ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് അറിയിക്കുക കേട്ടോ. കമൻ്റായിട്ട് ആൻസർ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മൾ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഓർക്കുക. എപ്പോഴും 2 മെത്തേഡാണുള്ളത്: ആളുകളുടെ എണ്ണം, സമയം, ദിവസം. ഇതൊക്കെ ഒരേ പാറ്റേണിൽ പോവുക. വർക്ക് എപ്പോഴും ക്രോസ് ആയിട്ട് അല്ലെങ്കിൽ താഴെയാണ് വരിക. അത് ഓർത്താൽ മാത്രം മതി ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അത്രയേ ഉള്ളൂ. താങ്ക് യു.